എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ഇവിടെ നോക്കുന്നത് മലയാളത്തിലെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. നമുക്കറിയാം, എല്ലാ പരീക്ഷകൾക്കും, അതായത് LGS ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, നമുക്ക് വരുന്ന 10 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് മലയാളം. വളരെ എളുപ്പത്തിൽ ആ 10 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം കുറച്ചു കാര്യങ്ങൾ മാത്രമേ അതിൽ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിൽ നിന്നും 2025 ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് മലയാള മുൻവർഷ ചോദ്യങ്ങളുമായാണ് നാം ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദമേത്? അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ജീവച്ഛവം. ജീവച്ഛവം എന്നാണ് അതിലെ ശരിയായ പദം. അടുത്ത ചോദ്യം, സലിംഗ ബഹുവചനം ഏത്? സലിംഗ ബഹുവചനം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, മിടുക്കന്മാർ. അടുത്ത ചോദ്യം, സഹിതം എന്ന പദത്തിന്റെ വിപരീത പദം. സഹിതം എന്ന പദത്തിന്റെ വിപരീത പദം. ഉത്തരം ഓപ്ഷൻ സി, രഹിതം. സഹിതം വിപരീതം, രഹിതം. അടുത്ത ചോദ്യം, പറയുന്ന ആൾ എന്നതിന്റെ ഒറ്റപ്പദം ഏത്? പറയുന്ന ആൾ ഒറ്റപ്പദമാണ് വക്താവ്. പറയുന്ന ആൾ ആരാണ്? വക്താവ്. അടുത്ത ചോദ്യം, സ്ട്രൈക്ക് ബ്രേക്കർ എന്ന മലയാള ശൈലിയുടെ സമാനമായ ശൈലി. സ്ട്രൈക്ക് ബ്രേക്കർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ സമാനമായ മലയാള ശൈലിയാണ്. ഉത്തരം ഓപ്ഷൻ സി, കരിങ്കാലി. സ്ട്രൈക്ക് ബ്രേക്കർ, കരിങ്കാലി. അടുത്ത ചോദ്യം, ജലം എന്ന പദത്തിന്റെ പര്യായ പദം ഏത്? ജലം പര്യായ പദമാണ് അപ്പ്. ജലത്തിന് പര്യായ പദമാണ് അപ്പ്. അടുത്ത ചോദ്യം, കണ്ടു എന്നതിനെ പിരിച്ചെഴുതുക. കണ്ടു എന്നതിനെ പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി, കൺ പ്ലസ് തു, കണ്ടു. അടുത്ത ചോദ്യം, കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ എ, നക്ഷത്രം എണ്ണിക്കുക. നക്ഷത്രം എണ്ണിക്കുക എന്നതിൻ്റെ അർത്ഥമാണ് കഷ്ടപ്പെടുത്തുക. അടുത്ത ചോദ്യം, ആ പ്ലസ് കാലം, അതിനെ ചേർത്തെഴുതുക. ആ പ്ലസ് കാലം. ഉത്തരം ഓപ്ഷൻ എ, അക്കാലം. ആ പ്ലസ് കാലം, അക്കാലം. അടുത്ത ചോദ്യം, നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. അടുത്ത, നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി, നിൻ പ്ലസ് കൾ. നിൻ പ്ലസ് കൾ, നിങ്ങൾ. അടുത്ത ചോദ്യം, അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏത്? അതിഥിയെ സ്വീകരിക്കുന്നയാൾ, അതിൻ്റെ ഒറ്റപ്പദമാണ്. ഉത്തരം ഓപ്ഷൻ സി, ആതിഥേയൻ. അതിഥിയെ സ്വീകരിക്കുന്നയാൾ, ആതിഥേയൻ. അടുത്ത ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, ഖണ്ഡാകാരം. ഉത്തരം ഓപ്ഷൻ ബി, ഖണ്ഡാകാരം. അടുത്ത ചോദ്യം, ജംഗമം എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് കണ്ടെത്തുക. ജംഗമം എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, ദത്തം. അതായത് ജംഗം എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദമാണ് ദത്തം. ബാക്കി 3 പദങ്ങളും ഇംഗം, ത്രസം, ചരം, ഇവയെല്ലാം ജംഗമം എന്ന പദത്തിന്റെ പര്യായങ്ങളാണ്. ജംഗമം, ഇംഗം, ത്രസം, ചരം. അടുത്ത ചോദ്യം, നടക്കാൻ പ്രയാസമുള്ള വഴി, അതിൻ്റെ ഒറ്റപ്പദം എഴുതുക. നടക്കാൻ പ്രയാസമുള്ള വഴി, അതിൻ്റെ ഒറ്റപ്പദമാണ് ദുർഘപദം. നടക്കാൻ പ്രയാസമുള്ള വഴി
ദുർഗപഥം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായപദം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായപദം ഏത്? ഉത്തരം തടിനി. തടിനി എന്നുള്ളതാണ് നദിയുടെ പര്യായപദം. അടുത്ത ചോദ്യം, വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലം എന്നതിൻ്റെ വിപരീതമാണ് ഓപ്ഷൻ ബി അചഞ്ചലം. ചഞ്ചലം വിപരീതം അചഞ്ചലം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മലയാളം മുൻവർഷ ചോദ്യങ്ങൾ. നമുക്കറിയാം, പഠനം എന്നുള്ളത് മാത്രമല്ല, കൂടുതൽ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു നോക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പഠനത്തോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്തു പഠിക്കുക, മുൻകാല ചോദ്യപേപ്പറുകൾ ചെയ്തു പഠിക്കുക, ഇതെല്ലാം നമ്മുടെ PSC പരീക്ഷകൾക്ക് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്.